സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. ഇന്ന് സംസ്ഥാനത്ത് വില കുറയുകയാണ് ചെയ്തത്. തിങ്കളാഴ്ച സ്വർണ്ണവില ഉയർന്നിരുന്നു. എന്നാൽ ഏതു സമയവും വില കുതിച്ചുയരുമെന്ന ആശങ്ക സ്വർണ്ണ വിപണിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പവന് 95,400 രൂപയിലാണ് വ്യാപാരം. ക്രിസ്മസും ന്യൂ ഇയറും സ്വർണ്ണവിലയിൽ ഇനി ചാഞ്ചാട്ടമില്ലെന്ന് വിപണിയിൽ നിന്നും വിദഗ്ധർ പറയുന്നു. വില കൂടുമോ കുറയുമോ എന്ന് ആകാംക്ഷയും. സ്വർണം വലിയ വില കൊടുത്ത് എന്തിനു വാങ്ങണമെന്ന ചോദ്യവുമായി ഉപഭോക്താക്കളും. ഇതാണിന്ന് സ്വർണ്ണ വിപണിയിൽ നിലനിൽക്കുന്ന കുറച്ചധികം ചോദ്യങ്ങളും സംശയങ്ങളും. എന്തായാലും സ്വർണ്ണവില 50,000-ലേക്ക് വീഴുമെന്ന പ്രതീക്ഷ കൈവിടാം. കുറഞ്ഞാലും 75,000-ലേക്ക് എത്തുമെന്ന് ചിന്തിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. എന്തായാലും ഇന്ന് ആശ്വാസകരമായി നേരിയ തോതിൽ സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. വൈകാതെ തന്നെ ചിത്രം മാറിയേക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ വലിയൊരു ചാഞ്ചാട്ടം തന്നെയാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തുന്നത്. രാജ്യാന്തര വിപണിയിലും സ്വർണ്ണവില ഏറിക്കുറയുകയാണ്. ഇന്ന് ആശ്വാസകരമായി ചെറിയ രീതിക്കാണ് വില കുറഞ്ഞത് രേഖപ്പെടുത്തുന്നത്. സ്വർണ്ണവില കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. എന്നാൽ ഇത് ഏത് സമയം വില കുതിച്ചുയരുമെന്ന ആശങ്ക സ്വർണ്ണ വിപണിയിൽ നിലനിർത്തുന്നുണ്ട്. ഇന്ന് 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 11,925 രൂപയിലെത്തി. പവന് 95,400 രൂപയുമായി. 18 ക്യാരറ്റ് ഗ്രാമിന് 9,805 രൂപയും പവന് 78,440 രൂപയുമാണ്. 14 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 7,640 രൂപയും പവന് 61,120 രൂപയുമാണ് ഇന്നത്തെ വില. 9 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 4,930 രൂപയും പവൻ സ്വർണത്തിന് 39,440 രൂപയും നൽകണം. വെള്ളിയുടെ ഗ്രാം വില 190 രൂപയാണ്. ഒരു മാസം ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുന്നത് 95,080 രൂപയും ഉയർന്ന വില 95,840 രൂപയുമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 1 ലക്ഷത്തിന് മുകളിൽ ചെലവ് വരും. മാത്രമല്ല പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 95,000 രൂപയ്ക്കടുത്ത് കിട്ടിയേക്കുമെന്നും പറയുന്നുണ്ട്. അതേസമയം പഴയ സ്വർണം തിരിച്ചു കൊടുക്കാൻ ജ്വല്ലറികൾ വിമുഖത കാണിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു. അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചാൽ സ്വർണത്തിന് വില കൂടുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ വ്യാപാര കരാർ നിലവിൽ വരാത്തത് രൂപയുടെ മൂല്യം കുറയാൻ കാരണമാകുമെന്നും പറയുന്നു. അതും സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകമാണ്. എന്നാൽ ഏത് സമയവും വില കുതിച്ചുയരുമെന്ന ആശങ്ക തന്നെയാണ് സ്വർണ്ണ വിപണിയിൽ നിലനിൽക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്നത്തെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ബിസിനസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.